ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കാനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഇന്നത്തെ പ്രഭാത ജാഗരണ ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന ഭാഗം അനേകർക്കുള്ള മോചനദ്രവ്യം. നൽകിയിരിക്കുന്ന വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഈ വായിച്ചു കേട്ടതായ തിരുവചനത്തിൽ തന്നെ ഇന്നത്തെ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ആണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ത്യാഗവും കഷ്ടതയും പ്രയാസവും ഒക്കെയും സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് മറ്റാരുടെയും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പകരമാകുവാൻ തക്കവണ്ണം കഴിയുകയില്ല. മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എത്രമാത്രം മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തക്കവണ്ണം നമ്മൾ ശ്രമിച്ചാലും അത് ഒരു പെർഫെക്ഷൻ അതിനകത്ത് ലഭിക്കുകയില്ല. ഒരു പൂർണ്ണത നമുക്ക് അതിൽ കൈവരിക്കാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ഒരാൾക്ക് വേണ്ടി പാടുവാൻ അതേ ആ വ്യക്തിയുടെ ശൈലിയെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പാടുവാൻ നമുക്ക് കഴിയുകയില്ല. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് അതിലൊരു പെർഫെക്ഷൻ പൂർണ്ണത കൈവരിക്കാൻ തക്കവണ്ണം സാധിക്കില്ല. നമുക്ക് ആരുടെയും പകരക്കാർ ആകുവാൻ കഴിയുകയില്ല. മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതിന്റെ ഒരു പരിമിതി നമുക്കുണ്ട്, ഒരു ലിമിറ്റ് അതിന്മേലുണ്ട്. അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് നമുക്ക് തോന്നിയാലും പക്ഷേ നമ്മുടെ ജീവനെ നോക്കിക്കൊണ്ട് ഒരു ലിമിറ്റേഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പരിധി വിട്ട് മറ്റൊരാളെ സഹായിക്കാനോ ഒന്നിനും നമുക്ക് കഴിയുകയില്ല. അത്തരത്തിൽ നമ്മുടെ എല്ലാവരുടെയും അകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും വേണ്ടി ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ വായിച്ചതുപോലെ 45-ാം വാക്യം: മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാൻ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. പാപത്താൽ മരണം വന്നു. പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1000 വർഷങ്ങൾക്ക് മുൻപ് നാം മരിക്കേണ്ടതായ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു അവസ്ഥയിൽ നിന്നും നമ്മെ ആ മരണത്തിൽ നിന്നും വിടുവിച്ച് നമുക്ക് പകരക്കാരനായി മരണമടഞ്ഞ വ്യക്തിയാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. കർത്താവ് യേശു ക്രിസ്തു അന്ന് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് എന്നുള്ള ബോധ്യം ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന കർത്താവിന്റെ മക്കൾക്ക് ഉണ്ടായിരിക്കണമെന്ന് ഈ സമയത്ത് തിരുവചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടതകളും യാതനകളും ഒക്കെയും സഹിച്ച് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനു പകരമായിട്ട് നാം എന്താണ് കർത്താവിന് നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ നടപ്പ്, വഴികൾ, സംസാരമൊക്കെയും ദൈവ ഇഷ്ടത്തിന് അനുസൃതമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. എക്സ്പെഷ്യലി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അന്ത്യനാളുകളിലാണ്. ഈ ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക പ്രകാരം ജീവിക്കുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കുക. നമ്മൾ ഇത് ഒന്ന് ഓർമ്മയിൽ വെക്കുക. നമുക്ക് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ആ യാഗമായി തീർന്നതും ആ ഒരു പൂർണ്ണത കൈവരിച്ചതും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം തിരുവചനത്തിലൂടെ സാധിക്കുന്നു. നാം നമ്മുടെ സുവിശേഷ വേലയിൽ മറ്റുള്ളവരോട് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പങ്കുവെക്കുമ്പോൾ, കർത്താവിന്റെ സ്നേഹം പങ്കുവെക്കുമ്പോൾ നാം ഇതുകൂടെ ആഡ് ചെയ്തു പറയുക. നിങ്ങൾക്ക് കൂടെ വേണ്ടിയാണ്, നിങ്ങൾ മരിക്കേണ്ടിയിരുന്ന സ്ഥാനത്തേക്ക് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത് എന്ന് മറ്റുള്ളവരെ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ഇന്ന് അവസാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് പ്രായോഗിക തലത്തിൽ നമുക്ക് വരുത്തേണ്ടതായ കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്.
എല്ലാവരും അറിയുവാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതുകൂടെ മനസ്സിൽ വെക്കുക, അവരോട് ഷെയർ ചെയ്യുക. അവർ അവരുടെ പാപത്തിൽ നിന്നും അവരെ വീണ്ടെടുത്തത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് ഈ അന്ത്യനാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ, നാം ആ ക്രിസ്തീയ ജീവിതം ഓടുമ്പോൾ നാം നോക്കേണ്ട ആ വ്യക്തി കർത്താവ് യേശുക്രിസ്തുവാണ്. ആ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. അപ്രകാരം കർത്താവ് യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കുമാറായിട്ട് എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ദിവസത്തിന്റെ കർത്താവേ, പകൽക്കാലം കണ്ടുണരുവാൻ അടിയങ്ങളെ സഹായിച്ചു. അതിനായിട്ട് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന കർത്താവെ, കഴിഞ്ഞ രാത്രികാലം സുഖമായ ഉറക്കത്തെ തന്ന് ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പൈശാചികന്റെ എല്ലാവിധമായ പോരാട്ടങ്ങളിൽ നിന്നും കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് പകലിൽ കർത്താവെ അടിയങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങ് അടിയങ്ങൾക്ക് പകരമായിട്ട് ഒരിക്കൽ യാഗമായി തീർന്നു. അടിയങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് അങ്ങ് മരിച്ചു എന്നൊരിക്കൽ കൂടി അടിയങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കി രുചിച്ചറിഞ്ഞ് ഈ അന്ത്യനാളിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ അടിയങ്ങളെ ഓരോരുത്തരോടും ശക്തീകരിക്കുമാറും പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തുമാറും പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഓൺലൈനിലൂടെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരിലും വേണ്ട അനുഗ്രഹങ്ങളെ അവർ നൽകി കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സമാധാന സന്തോഷം ഒക്കെയും പ്രിയപ്പെട്ടവർക്ക് അവർ നൽകി കൊടുക്കുമാറും പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഇവാൻ, അതുപോലെ ബ്രദർ അജിത് പോൾ, അതുപോലെ ഏലിയാമ ജോൺ, പ്രിയപ്പെട്ട 3 പേരെ അങ്ങനെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരായിരുന്ന സ്ഥാനമാനങ്ങളിൽ, യാത്രയിൽ, ജീവിതങ്ങളിലൊക്കെയും കഴിഞ്ഞ നാളുകൾ മുഴുവനും കർത്താവിന്റെ കൃപ കൂടെ ഇരുന്നതിനായി സ്തോത്രം. തുടർന്നുള്ള നാളുകളിലും ആയുസോടെയും ആരോഗ്യത്തോടെയും പ്രിയപ്പെട്ടവരായിരിക്കാൻ അവർ സഹായിക്കുമാറും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. സർവ്വമേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ.